ഓൺലൈൻ ക്ലാസ്സിൻ്റെ 12ാം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെൽ സിൽവർസ്റ്റെയിൻ്റെ കവിത ദ ലിറ്റിൽ ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ പരിചയപ്പെട്ടു, ആശയവും മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് ചർച്ച ചെയ്യാം. അതിൽ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് പേജ് നമ്പർ 25. അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഷെൽഡൻ അലൻ. ഷെൽ സിൽവർസ്റ്റെയിൻ വാസ് ആൻ അമേരിക്കൻ പോയറ്റ്, singer, cartoonist, screenwriter and author of children's books. He is famous for his poems and theatre practices. He is A Boy Named Sue won the 1970 Grammy Award. The Little Boy and the Old Man is taken from the book Words Alive, which includes a number of poems. ഇനി പാഠഭാഗത്ത് വരുന്ന പ്രധാന വാക്കുകൾ, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ഡ്രോപ്പ്, എ ഫാൾ, വീഴ്ച. ഇവിടെ എപ്പോഴും സ്പൂൺ താഴെ വീഴുമെന്ന് കുട്ടി പറയുന്നുണ്ട് അല്ലേ? ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വീഴും. ആ വീഴ്ച താഴെ വീഴുന്നതിനാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. വെറ്റ്, സോക്ഡ് വിത്ത് വാട്ടർ, നനഞ്ഞ. ഇവിടെ പാൻറ് നനയുമെന്ന് കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായിരിക്കാം? കുട്ടി ഇവിടെ മൂത്രമൊഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. മൂത്രമൊഴിക്കുക എന്ന് നമുക്കിവിടെ അർത്ഥമെടുക്കാം. നോഡ്, ഗിവ് എ ഫോർവേഡ് മോഷൻ ഓഫ് ദി ഹെഡ്, തലയാട്ടുക. വേഴ്സ്, ഏറ്റവും മോശമായി. ഗ്രോണപ്പ്, മുതിർന്നവർ. റിങ്കിൾ, ബറോ ഇൻ ദ സ്കിൻ, പ്രായമാകുമ്പോൾ ആളുകളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും. അങ്ങനെ പ്രായമാകുമ്പോൾ തൊലിക്കുണ്ടാവുന്ന മാറ്റമാണ് ചുളിവ്. അതാണ് ബറോ ഇൻ ദ സ്കിൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതണം. ഇനി പാഠഭാഗത്ത് പേജ് നമ്പർ 26 തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോയ് ആൻഡ് ദി ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ. Identify similar activities of the boy and the old man and write them down. താഴെ എഴുതാനായിട്ട് സ്ഥലം ഇട്ടിട്ടുണ്ട്, അവിടെ എഴുതാനായിട്ട്. ഇവിടെ എന്താണ് ഈ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത്? കുട്ടിക്കും വൃദ്ധനും ചില പൊതുവായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. അവരൊരുപോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തികളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് അവിടെ എഴുതാൻ പറയുന്നത്. അത് നമ്മുടെ കവിതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്? ഡ്രോപ്പ് സ്പൂൺസ്, വെറ്റ് പാൻസ് ആൻഡ് ക്രൈ. ഇതാണ് ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തി. ഐ നോ വാട്ട് യു മീൻ. വൈ ഡസ് ദി ഓൾഡ് മാൻ സേ സോ? ഐ നോ വാട്ട് യു മീൻ. നീ എന്താണ് അർത്ഥമാക്കുന്നത്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് വൃദ്ധൻ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. രണ്ടുപേർക്കും ചില സ്വഭാവങ്ങൾ, ചില പ്രവൃത്തികൾ ഒരുപോലെ ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടുപേരും ഒരുപോലെ ദുഃഖിതരാണ്. അപ്പോൾ പരസ്പരം രണ്ടുപേരും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൽ ഒരു സമാനത തോന്നുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് അവർക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോത്ത് ആർ ഫേസിങ് ദി സെയിം പ്രോബ്ലം ആൻഡ് ഈക്വലി സാഡ്. അവിടെ നമുക്ക് എന്താ ആൻസർ എഴുതാം? ബോത്ത് ആർ ഫേസിങ് ദി സെയിം പ്രോബ്ലം ആൻഡ് ഈക്വലി സാഡ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് ദ ബോയ് ഓർ ദി ഓൾഡ് മാൻ സാറ്റിസ്ഫൈഡ്? വൈ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? രണ്ടുപേരും സംതൃപ്തരായി. എന്തുകൊണ്ടാണ്? കുട്ടിക്ക് കിട്ടേണ്ട കെയറും സ്നേഹവും വാത്സല്യവും എല്ലാം ആ വൃദ്ധനിൽ നിന്ന് ലഭിച്ചു. വൃദ്ധനും സന്തോഷവാനായി. എന്തുകൊണ്ടാണ്? കുട്ടിക്ക് സന്തോഷം നൽകാൻ വൃദ്ധന് സാധിച്ചു. അതുകൊണ്ട് ഇവിടെ രണ്ടുപേരും സാറ്റിസ്ഫൈ ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ദ ബോയ് ഗെറ്റ്സ് ലവ് ആൻഡ് കെയർ ഫ്രം ദി ഓൾഡ് മാൻ. ദ ബോയ് ഗെറ്റ്സ് ലവ് ആൻഡ് കെയർ ഫ്രം ദി ഓൾഡ് മാൻ. ഇനി
അപ്പോൾ വൃദ്ധന് എന്താ ലഭിച്ചത്, അല്ലെങ്കിൽ വൃദ്ധന് എന്ത് ചെയ്യാൻ സാധിച്ചു, കുട്ടിക്ക് സന്തോഷം നൽകാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ദി ഓൾഡ് മാൻ കുഡ് മേക്ക് ദി ബോയ് ഹാപ്പി എന്നാക്കി അവിടെ ഉത്തരം എഴുതാം. ഇനി അതിൻ്റെ താഴെ തന്നെ അടുത്ത ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 1, ദ ലിറ്റിൽ ബോയ് ഫെൽറ്റ് ദി വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. ഹിയർ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ് ഡിസ്ക്രൈബ്സ് ഓൾഡ് ഏജ്. ആഡ് എ ഫ്യൂ മോർ വേർഡ്സ് ഡിസ്ക്രൈബിങ് ഓൾഡ് ഏജ്. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ് എന്ന്. അപ്പോൾ അവിടെ റിങ്കിൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി അല്ലേ, ചുളിവ്, പ്രായമാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവ്. മിക്കവാറും വയസ്സായവരുടെ ശരീരത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പ്രായമാകുമ്പോൾ ചില പ്രത്യേകതകൾ, ശാരീരികമായ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ എഴുതേണ്ടത്. അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഗ്രേ ഹെയർ, തലമുടി നരയ്ക്കുന്നു. അതുപോലെ ഒന്ന് നമുക്ക് പോയത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, ചുളിവുകൾ. ഇനി അതുകൂടാതെ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, നമുക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെ നമുക്കറിയാം. പ്രായമാകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, കേൾവി ശക്തി ഉണ്ടാവില്ല, കൂടാതെ തന്നെ കാഴ്ചശക്തി ഉണ്ടാവില്ല, പല്ലൊക്കെ പൊഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്ന കാര്യങ്ങളാണിത്. ലോസ് ഓഫ് ഹിയറിങ്, ലോസ് ഓഫ് ഐസൈറ്റ്, ലോസ് ഓഫ് ടീത്ത്, ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി ആക്ടിവിറ്റി 2 നോക്കുക. പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദി പോയം ആൻഡ് റീറൈറ്റ് ദം ഇൻ ദ ഫോം ഓഫ് കോൺവെർസേഷൻ. അവിടെ കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. ആ പോയത്തിൽ തന്നെ ഒരു കോൺവെർസേഷനാണ് അല്ലേ. അപ്പോൾ അവിടെ ലിറ്റിൽ ബോയ് പറയുന്നതും ഓൾഡ് മാൻ പറയുന്നതും ആ സംഭാഷണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് നോക്കി ടെസ്റ്റ് നോക്കി കോപ്പി ചെയ്യുക. ഇത്രയാണ് ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ആക്ടിവിറ്റീസ്. നമ്മുടെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതി ഗ്രൂപ്പിലിടണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.